ഇപ്പോൾ രേണുസുതി തന്നെ പല കാര്യങ്ങളും ഫേക്കായിട്ടാണ് ഒന്ന് ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുതി വരെ നാറി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് ഇവർ തന്നെയാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. റീസെന്റ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു, ഇന്ന് എയർപോർട്ടിൽ കയറി പറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഇവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇവരെന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എനിക്ക് 5 പൈസ ഇല്ല, എനിക്ക് തുണി വാങ്ങാൻ പൈസ ഇല്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അതെല്ലാം പച്ചക്കള്ളാണ്. ഇവർ ഓരോ ഇന്റർവ്യൂവിൽ പോയിട്ട് പൈസ വരെ വാങ്ങുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞിരുന്ന 5000 ആണ്, പിന്നെ അത് കൂടിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് റീച്ചിലാണ് അവർ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. അല്ലാതെ അവരുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു പോസിറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇപ്പൊ അവർ തന്നെ എൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊണ്ടെടുത്തിട്ടുണ്ട്. വ്യാജ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ ഉൾപ്പെടെ നോക്കിയിട്ട് എൻ്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പില്ല. പിന്നെ ഇവർ മോളിൽ നിന്ന് എവിടെ നിന്നൊക്കെ ആയിട്ട് പിടിപ്പിച്ച് അവസാനം FIR ഇട്ടിട്ടുണ്ട്. പലരിടത്തു നിന്ന് ലക്ഷങ്ങൾ പറ്റിച്ച് വാങ്ങി. കള്ള ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ. ഈ കേസ് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇനി ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരുന്നു. അങ്ങനെയാണ് എനിക്കെതിരെ കൊണ്ട് വ്യാജ പരാതി കൊടുത്തിട്ട് അടുത്ത ദിവസം ചൈൽഡ് ലൈനിൽ നിന്ന് എനിക്ക് കോൾ വരെയാണ്. ചൈൽഡ് ലൈനിൽ നിന്ന് കോൾ വന്നതിന്റെ റീസൺ ഞാൻ അവരുടെ കുട്ടിയെ അപമാനിച്ചെന്ന്. ഒരു വീഡിയോ കാണിക്കിട്ട് ഞാൻ അവരുടെ കുട്ടിയെ അപമാനിച്ചെന്ന് മോശമായിട്ട് പറഞ്ഞു. ഞാൻ ആ സ്പോട്ടി ചാനൽ നിർത്തിക്കും. ഇവരുടെ പല ഉടായ്പകളും പൊങ്ങി വരേണ്ട. എന്തിന്? ഇവർ പലയിടത്തു നിന്നും കടം വാങ്ങിയ കേസുകൾ. ഈ കടം കൊടുത്തവൻ തിരിച്ച് പൈസ വയ്ക്കുമ്പോൾ അവന്റെ മെക്കിട്ട് ഇടിച്ച് കയറുന്ന സംഭവമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണുസുതി എന്ത് നല്ല മെസ്സേജാണ് അതിന് കൊടുത്തിട്ടുള്ളത്? നല്ലതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് നീ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ഒരു നല്ല മെസ്സേജ് കൊടുത്തിട്ടില്ല. ഇവർ കാരണമാണ് സുതിക്കും കൂടി നാണക്കേടായിട്ടുള്ളത്. സുതി ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ഒരു അഡ്വക്കേറ്റ് ചോദിച്ചത്. ഇത്രയ്ക്ക് എടുത്തിട്ട് വാഴ്ത്താനാണ്. അപ്പോൾ ആ വീടിന് തന്നെ അവർക്ക് ഫിറോസിക്കയും അതുപോലെ ബിഷപ്പൊക്കെ ചേർന്ന് വസ്തുവും വീടും ഒക്കെ വെച്ചു കൊടുത്തു. മറുനാടൻ മതിൽ കെട്ടിക്കൊടുത്തു. ഇവരൊക്കെ അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടും കളക്ട് ചെയ്തൊക്കെയാണ് അവർ ഓരോ പരിപാടി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് വന്നിരുന്ന ഒരു നിമിഷത്തിൽ കുറ്റം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാനൊരു സഹായം ഒരാൾക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ മുൻതൂക്കി കാണിക്കാൻ സ്വഭാവം എൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം വിഷമം വരും. സത്യം പറഞ്ഞാൽ ഈ രേണുവിന് വീട് കൊടുത്തതുകൊണ്ട് ഇനി അവിടെ ഉള്ള ബാക്കി ബിഷപ്പിൻ്റെ വസ്തു കച്ചവടം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുവിൻ്റെ അയൽവാസിയായിട്ട് ഒരാളും ഇനി അവിടെ ജീവിക്കാൻ താല്പര്യപ്പെടില്ല. നമ്മൾ എന്തായാലും ഒരു വ്യക്തി നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ തന്തയാണോ എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ തന്തയാരെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഇവരുടെ ആ ക്വാളിറ്റിയെ മനസ്സിലാവുന്നില്ല എന്താണെന്ന് സത്യം. ഇവർ നെഗറ്റീവ്. ഇത് ചില ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അങ്ങനത്തെ ഒരു ടീമിൽ പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ രേണുസുതിയുടെ ഒക്കെ കേസ്. ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെയും കൊണ്ട് മരിക്കുന്നു. ഇപ്പൊ സഹായിച്ചവരെയും അതല്ലെങ്കിൽ ഇപ്പൊ കൊല്ലം സുധിയുടെ ജീവിതത്തിൽ മുന്നുണ്ടായിരുന്ന എല്ലാവരെയും താഴ്ത്തി കെട്ടുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലാണ് രേണുസുതി മുന്നോട്ട് പോകുന്നത്. കൊല്ലം സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോ താങ്കൾ പറയുന്ന പോലെ നാറി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നാറി നിൽക്കുന്നത് വെച്ചാൽ രേണുസുതി ശരിക്കും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ചിലപ്പോൾ അതിൻ്റെതായ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് ഒരിക്കലും പബ്ലിക്കിലേക്ക് എത്തിക്കാതിരിക്കുക എന്നതാണ്. നമസ്കാരം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന റിയാക്ഷൻ അതുൽ വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ രേണുസുതി ഇപ്പോൾ വിവാദമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. പിന്നെ അതുപോലെ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇന്നെന്തോ എയർപോർട്ടിൽ പോകുന്നുണ്ടെന്നൊക്കെ അറിയുന്നു. എന്തായാലും നോക്കാം. ഇപ്പോൾ ശരിക്കും വെച്ചാൽ അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ അതുൽ ബ്രോ ആണല്ലോ, ശരിക്കും അതുൽ എന്നാണല്ലോ പേര്. താങ്കൾ എങ്ങനെയായിരുന്നു റിയാക്ഷൻ വീഡിയോ ഈ സെഗ്മെന്റിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ എത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു 2020 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ചൊക്കെ റിക്കവറായി വന്ന സമയത്ത് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ ചെറുതായിട്ടൊക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് അവസാനം ഓട്ടോമാറ്റിക്കലി റീച്ച് അത്യാവശ്യം കിട്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ടാണല്ലോ താങ്കൾ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷയത്തിന്റെ ഏത് സൈഡ് നിൽക്കണം? അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പല സൈഡുകൾ, ഇപ്പോൾ രേണുസുതി അതുപോലെ പലതാണെങ്കിലും പല വശങ്ങളുണ്ടാവുമല്ലോ. ആ ഒരു സൈഡ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒരു കണ്ടന്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ പലരും കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ഓരോ കാര്യങ്ങൾ പറയും. അത് എവിഡൻസ് അടക്കം അയച്ചു തരാറുണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് തുറന്ന് പബ്ലിക്കിനോട് പറയാനും പറ്റത്തില്ല. അങ്ങനെ മനസ്സിൽ വെച്ചും കൊണ്ട് നമുക്ക് അറിഞ്ഞും കൊണ്ട് നമ്മൾ കുറേ ചോദ്യചിഹ്നങ്ങളായിട്ടും സംസാരിക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഗൈസ് ഉണ്ട്, ഇപ്പോൾ ബിബി, അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ താങ്കൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഫോളോ ചെയ്തത് ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാൻ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല.
വീഡിയോസ് കണ്ടന്റ് സ്ഥിരമായിട്ട് നോക്കി അത്യാവശ്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയും നിനക്കൊക്കെ വേറെ പണിയില്ല ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ 24 മണിക്കൂറും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ കൂടി നമ്മൾ അത് കണ്ടന്റ് ബേസ് എന്താണ് സംഭവം നടക്കുന്നത് എല്ലാം നോക്കിയുള്ള ഒരു ഇരിപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ അടുത്ത് എല്ലാവരും സംസാരിച്ച് കണ്ടന്റ് എല്ലാം ചെയ്യുന്നതിന് അത്യാവശ്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡെയിലി ഉള്ള 24 മണിക്കൂറും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ താങ്കളെ പോലെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ റിയാക്ഷൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ ഈ തുറന്നു പറച്ചിലുകൾ അവരെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുണ്ടാവും, ചിലപ്പം അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും തരം ഭീഷണികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണികൾ കമന്റ് ബോക്സിൽ തെറിവിളികൾ വരാറുണ്ട്. പിന്നെ ഇൻബോക്സിൽ നല്ലപോലെ ഭീഷണി മീൻസ് തെറിവിളിയും നിന്നെ ഇപ്പം എടുത്തു കളയുന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മുടേതായ രീതിയിൽ സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് വീഡിയോസ് ചെയ്തു പോകാറുണ്ട്. അല്ലാതെ ആരുടെയും പക്ഷം നിന്ന് നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗം നോക്കാറുണ്ട്. നോക്കിയിട്ട് അതിൽ സത്യം എന്താണെന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കാറ്. അല്ലാതെ ഒരാളെ മനഃപൂർവ്വം വലിച്ചു കീറി ഒട്ടിക്കുക എന്നുള്ളൊരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോകാറില്ല. എന്നിരുന്നാൽ കൂടിയും നേരിട്ട് കാണുമ്പോഴോ ഏതെങ്കിലും വഴി ഇപ്പോൾ താങ്കൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും, താങ്കൾ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട്, രേണുസുധിയുടെ അടക്കമുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡായി നിൽക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ വ്ളോഗറാണ് താങ്കൾ. അപ്പോൾ വഴിയിൽ കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ? അല്ല, അങ്ങനെ ഇന്നേ വരെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. വഴിയിലൊക്കെ വെച്ച് ആൾക്കാർ കണ്ടിട്ട് സംസാരിക്കാറുണ്ട്, അതിലല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. വളരെ സ്നേഹത്തോടാണ്. എനിക്ക് കമന്റ് ബോക്സിൽ തെറിവിളികളും കാര്യങ്ങളും വന്നാലും ഇന്നേ വരെ പുറത്ത് വെച്ചിട്ട് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും വലിയ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. റീസെന്റ് തന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരടക്കം എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കറക്റ്റാണ്. പ്രത്യേകിച്ച് രേണുവിൻ്റെ കേസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. അയൽവാസികളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇനി രേണുസുധി വിഷയത്തിലേക്ക് വരാം. രേണുസുധി വിഷയത്തിലേക്ക് വെച്ചാൽ രേണുസുധി യൂണിവേഴ്സ് തന്നെയാണ്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരയായിട്ട് വിഷയങ്ങൾ പോകുന്നു. അതെ, അപ്പം നമ്മളും ആ യൂണിവേഴ്സിന്റെ ചെറിയ ഭാഗമാണെന്ന് പറയും. നമ്മൾ നിരവധി തീർച്ചയായും താങ്കളും പറയുന്നു. എങ്ങനെയാണ് രേണുസുധിയുടെ വിഷയം? ഇപ്പൊ രേണുസുധിയുടെ കൊല്ലസുധി മരിച്ചതിന് ശേഷം ആ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷം ഇപ്പം രേണുസുധിയുടെ ആദ്യമൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. സപ്പോർട്ടിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്ന സമയം എപ്പോഴാണ് ശരി? അല്ല, തീർച്ചയായിട്ടും ഞാനും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു ദാസേട്ടൻ കോഴിക്കോടുമായിട്ടൊരു മറ്റേ ഒരു പാട്ടിന്റെ ആ ഒരു ബീച്ചിന്റെ സോങ്ങിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് അവരെങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനുശേഷം ഓരോ വിഷയങ്ങൾ വന്ന് ഇവരുടെ ഭാഗത്തുള്ള കുറേ മിസ്റ്റേക്കുകൾ പുറത്തു വരാൻ തുടങ്ങി. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവർ തന്നെ കുറേ ഓൺലൈൻ മീഡിയാസിൻ്റെ മുന്നിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള ഉത്തരങ്ങൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയാൻ തുടങ്ങി. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. കോൺടാക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞാണ് അത് ഇപ്പം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സുധി വരെ നാറി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് ഇവർ തന്നെയാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതെ, ഒരു കലാകാരൻ മരിക്കുന്നവർ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹീത കലാകാരൻ എന്നുള്ള രീതിയിൽ ആളുകൾ ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് രേണുസുധിയുടെ ഇത്തരത്തിലുള്ള പല സമയങ്ങളിലുണ്ടാകുന്ന വാക്കുകൾ അല്ലെങ്കിൽ പലർക്കെതിരെയുള്ള ആരോപണങ്ങൾ ആ രീതി അങ്ങനെയാണല്ലോ കൊല്ലം സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ നാറി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നാറി നിൽക്കുന്നത് വെച്ചാൽ രേണുസുധി ശരിക്കും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ചിലപ്പോൾ അതിൻ്റെതായ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളത് ഒരിക്കലും പബ്ലിക്കിലേക്ക് എത്തിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് എത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ പറയും. അവസാനം ഇതുപോലെ നാറി ഓലം കടേണ്ട അവസ്ഥ ഉണ്ടാകും. ഇപ്പം രേണുസുധി തന്നെ പല കാര്യങ്ങളും ഫേക്കായിട്ടാണ് ഒന്ന് ഓൺലൈൻ മീഡിയാസിൻ്റെ മുന്നിൽ പറയുന്നത്. പല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ, അവർ ഒരു റീസെൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവർ ഏവിയേഷൻ പഠിച്ച് ജോലി ചെയ്തു. അവർ എയർ ഇന്ത്യയിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ട്രിവാൻഡ്രത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. പക്ഷേ അവർ പാസ്സായിട്ടില്ല. അവർ തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ +2 10 മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അത് ഒരു കള്ളപ്രചാരണമാണ്. അങ്ങനെ അവരെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീ അടക്കം വന്ന് ഈ ഏവിയേഷനിലൂടെ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീ അടക്കം വന്ന് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പല കള്ളങ്ങൾ പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് ആണ് ഇവർ ഈ ഗതിയിലെത്തിയത്. ഇവർ കള്ളം പറയുമ്പോൾ അതിനെ പൊളിച്ചെടുക്കാനായിട്ട് വേറെ ആൾക്കാർ രംഗത്ത് വരും. അങ്ങനെ ഇപ്പം മാറി നിൽക്കുന്ന അവർ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു, ഇന്ന് എയർപോർട്ടിൽ കയറി പറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഇവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഉള്ളവരൊക്കെ ബിഗ് ബോസിൽ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിയില്ല. അവർ അവിടെ പോയിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. നെഗറ്റീവ് റീച്ചിലാണ് അവർ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. അല്ലാതെ അവരുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു പോസിറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇപ്പോൾ താങ്കൾ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്, നിരവധി വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രേണുസുധി വിഷയങ്ങൾ മാത്രം കൂടുതലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 വീഡിയോ ഉണ്ടെങ്കിൽ 8 വീഡിയോ രേണുസുധിയുടെ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ അവരോട് വ്യക്തി വൈരാഗ്യം ഉണ്ടോ താങ്കൾ? എനിക്ക് അവരുടെ അടുത്ത് വ്യക്തി വൈരാഗ്യത്തിന്റെ ഒരു കാര്യമില്ല. ഇപ്പൊ അവർ തന്നെ എൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊണ്ടെടുത്തിട്ടുണ്ട്.
വ്യാജ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ ഉൾപ്പെടെ നോക്കിയിട്ട് എൻ്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പില്ല. പിന്നെ ഇവർ മോളിൽ നിന്ന് എവിടെ നിന്നൊക്കെ ആയിട്ട് പിടിപ്പിച്ച് അവസാനം FIR ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വ്യാജ പരാതി കൊടുക്കാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യാജ ബിഷപ്പിൻ്റെ ഒരു കഥ ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരുപാട് പേര് ഇവരെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, ആർക്കെതിരെ ഇവർ കേസ് കൊടുക്കാതെ എൻ്റെ പേരിൽ മാത്രം കേസ് കൊടുത്ത്. അപ്പോൾ ഒരു വ്യാജ ബിഷപ്പിൻ്റെ കേസ് ഞാൻ പൊക്കി. അത് എന്തായിരുന്നു ശരിക്കും സംഭവം എന്ന് പറയാം? അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബിഷപ്പ് പൊൻകുന്നം ജയിലിലാണ്. അതായത് ബിഷപ്പാണ്, പക്ഷെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പള്ളി ക്രിയേറ്റ് ചെയ്ത്, റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സ്വന്തമായിട്ടൊരു വൈദികനായിട്ട് കയറി ഇരുന്നും കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങേര് ഇരുന്നും കൊണ്ടും ഈ പുറത്ത് ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞും കൊണ്ട് പലരിടത്തു നിന്ന് ലക്ഷങ്ങൾ പറ്റിച്ച് വാങ്ങി. അപ്പം ഈ പള്ളിയിൽ ആ കള്ള ബിഷപ്പിൻ്റെ കൈക്കാരനായിരുന്നു രേണുവിൻ്റെ അച്ഛൻ. ഈ കേസ് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇനി ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരുന്നു. അങ്ങനെയാണ് എനിക്കെതിരെ കൊണ്ട് വ്യാജ പരാതി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മാന്യത വെച്ചിട്ട് ആദ്യത്തെ ദിവസം തന്നെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവിടെ സാറുമാരോട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. അന്നേ ദിവസം ഞാൻ പോയ ദിവസം രേണു വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് അവിടെ സ്റ്റേഷനിൽ വന്നില്ല. എന്തായിരുന്നു പരാതി കൊടുത്തത്? പരാതി ഇത് തന്നെയാണ്, ഞാൻ ഇവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. അങ്ങനെ ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിച്ച ഒറ്റ വീഡിയോ പോലും ഇല്ല. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പരാതി കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതും പല കണ്ടന്റുകൾ അങ്ങനെ ഉള്ള ബേസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ പലരും ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിലും അവർ കള്ളം പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. പിന്നെ സാറുമാർക്ക് എന്നോട് കാര്യം മനസ്സിലായതിനു ശേഷം അവർ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് രേണു വന്നിട്ടില്ല, അന്ന് രേണുവിൻ്റെ അച്ഛനാണ് വന്നത്. അങ്ങേര് വന്നിരുന്നിട്ട് ചുമ്മാ ആക്കൂക്കി എന്ന് പറഞ്ഞതല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രേണു വന്നോ? പിന്നെ അടുത്ത ഒരു ദിവസം രേണു വന്ന്. പിന്നെ അവർക്ക് തോന്നുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്തോട്ട് ഓടിക്കൊണ്ട് തുടങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസുമായിട്ട് മുന്നോട്ട് പോകും? കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം നിലവിൽ കേസുണ്ട്. ഞാൻ ഇടയ്ക്ക് റീസെൻ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിൻ്റെ കേസുണ്ടായിരുന്നു. അപ്പം തിരിച്ചു വന്ന് ഞാൻ റൂമെടുത്ത് ചെങ്ങന്നൂർ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് അടുത്ത ദിവസം ചൈൽഡ് ലൈനിൽ നിന്ന് എനിക്ക് കോൾ വരെയാണ്. ചൈൽഡ് ലൈനിൽ നിന്ന് കോൾ വന്നതിൻ്റെ റീസൺ ഞാൻ അവരുടെ കുട്ടിയെ അപമാനിച്ചെന്ന്. ഒരു വീഡിയോ കാണിക്കിട്ട് ഞാൻ അവരുടെ കുട്ടിയെ അപമാനിച്ചെന്ന് മോശമായിട്ട് പറഞ്ഞു. ഞാൻ ആ സ്പോട്ടിൽ ചാനൽ നിർത്തി പോകും അവരുടെ കുട്ടി. അതും കള്ളപ്പരാതിയാണ്. അപ്പം ഇവളാണ് സത്യം പറഞ്ഞാൽ എന്നെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വൈരാഗ്യമാണെന്ന് എനിക്ക് സാധാരണയായിട്ട് രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വീഡിയോസ് ഒന്നും കാണാറില്ല. അത് ചുമ്മാ, അത് പച്ചക്കള്ളമാണ്. അവള് സകലമായ വീഡിയോ കാണുന്നുണ്ട്. കാണാതെ അവൾക്ക് എൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ട് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും. എന്തിന്? റീസെൻ്റ്ലി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ ചെയ്ത് എന്നിട്ട് അൺഫോളോ ചെയ്തിട്ട് പോയി. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ എങ്ങാണ്ടാണ്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോട്ടിഫിക്കേഷനാണ് എനിക്ക് കണ്ടത്. അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എന്നിട്ട് അൺഫോളോ ചെയ്തിട്ട് പോയി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അടക്കം എടുത്ത് നോക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ചൈൽഡ് ലൈനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ എനിക്ക് ചെക്കപ്പും കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ അടുത്ത് ബുധനാഴ്ച പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തിങ്കളാഴ്ചയായിരുന്നു അവിടെ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ദിവസം കോട്ടയത്ത് വീണ്ടും പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ അവിടെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ വരട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 3 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 2:59 അവിടെ എത്തി. എങ്ങനെയോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്പീഡിൽ തന്നെ അങ്ങ് പോയി അവിടെ എത്തി നമ്മൾ. എന്നിട്ട് അവിടെ പോയി സംസാരിച്ചപ്പോൾ ഞാൻ സാറുമാരടുത്ത് അവിടെ പറഞ്ഞു 4-5 പേരുണ്ടായിരുന്നു അവർ ചോദ്യം ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്തുവാണോ ചെയ്യാം, പക്ഷെ ഞാൻ ഇന്നേ വരെ അവരെ കൊച്ചിനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പേരിൽ മാത്രമല്ല വേറെ 2 യൂട്യൂബേഴ്സിൻ്റെ പേരിലും കൂടി ഒരു CWCയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് രാഷ് ടോക്സും ജിനൂസിൻ്റെയും പേരിൽ. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കേസാണ്. അപ്പോൾ ഇവർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരും ഈ കൊച്ചിനെ പറ്റിയിട്ടൊന്നും മോശമായിട്ട് ആരും ചെയ്തിട്ടില്ല. ഈ കുട്ടിയുടെ പേര് വെച്ചെന്ന് വെച്ചാൽ അവർക്ക് ഈ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങളെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ? അതെ തീർച്ചയായും. വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇവരുടെ പല ഉടായ്പകളും പൊങ്ങി വരേണ്ടത്. എന്തിന്? ഇവർ പലയിടത്തു നിന്നും കടം വാങ്ങിയ കേസുകൾ. ഇപ്പം നമ്മളായാൽ കൂടി പലരെ നമുക്ക് ടൈറ്റ് ആകുമ്പോൾ കടം വാങ്ങാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അതാണ് നമ്മുടെ മാന്യത. ഇനി കൊടുക്കാനും നമുക്ക് സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ടൈം ചോദിക്കും. പക്ഷേ ഈ കടം കൊടുത്തവൻ തിരിച്ച് പൈസ വയ്ക്കുമ്പോൾ അവൻ്റെ മെക്കിട്ട് ഇടിച്ച് കയറുന്ന സംഭവമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വോയിസ് അടക്കം നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ കണ്ടതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറം കാര്യങ്ങളുണ്ട്. പലരും കോൺടാക്ട് ചെയ്തിട്ട് പല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥയായിപ്പോൾ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് സുധിയുടെ 2ാമത്തെ ഭാര്യയായ വീണ എസ് പിള്ളയായിട്ടുള്ള ഒരു അഭിമുഖം നടത്തിയിരുന്നു. അത് നടത്താനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വീണ എന്നൊരു വ്യക്തിയെ രേണുസുധിക്ക് അറിയില്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചേ അറിയില്ല എന്നാണ് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ എസ് പിള്ള പറയുന്നത് അതേ സമയത്താണ് ഇവർ തമ്മിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നത്, ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് പോകുന്നത് എന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയുന്നു, പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് പിന്നെ സംസാരിച്ചിരിക്കുന്നു. ഇപ്പൊ രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര ഫേക്കാണ്,
പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് തന്നെ തെറ്റായിട്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, രേണുസുതി എന്ത് നല്ല മെസ്സേജാണ് അതിന് കൊടുത്തിട്ടുള്ളത്? നല്ലതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് നീ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ഒരു നല്ല മെസ്സേജ് അവർ കൊടുത്തിട്ടില്ല. എന്തിന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം പോലും അവർ സത്യസന്ധമായിട്ട് പറയില്ല. അവരുടെ ഓരോ ഇന്റർവ്യൂസും നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതീ പറയുന്നതായിരിക്കില്ല വേറെ ഒന്നീ പറയുന്നത്. അതെ. എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. ഒറ്റ കാര്യം സത്യം പറഞ്ഞ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പം ഇവർ കാരണമാണ് സുധിക്കും കൂടി നാണക്കേടായിട്ടുള്ളത്. സുധി ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ഒരു അഡ്വക്കേറ്റ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സുധി സ്വാതന്ത്ര്യ സമരത്തിൽ വല്ലതും പങ്കെടുത്തിട്ടുണ്ടോ ഇത്രയ്ക്ക് എടുത്തിട്ട് വാഴ്ത്താനെന്ന്. അങ്ങനെ കോട്ടയത്തുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിപ്പം സുധി എങ്ങനെ ഉള്ളവനാണ് എന്തോ ആയിക്കൊണ്ടോട്ടെ, മരിച്ച ഒരാളെ പറ്റി കുറ്റം പറയാൻ എനിക്കും താല്പര്യമില്ല. പക്ഷേ ഇവർ കാരണമാണ് ഇന്ന് സുധിയുടെ പേരും കൂടി നാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രേണുസുധിയുടെ വിഷയത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ അവർ ദിനംപ്രതി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നൊരു കാര്യം പറയുന്നു, നാളെ മറ്റൊരു കാര്യം പറയുന്നു, അതിന് ന്യായീകരിച്ചിട്ട് മറ്റൊരു ബൈറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ ദിനംപ്രതി പോയിക്കൊണ്ടേ. അതിനൊപ്പം തന്നെ പലരെയും ഒരു പച്ചയ്ക്ക് ഇപ്പോൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനെ മറ്റേ തിരുമേനിയെ മോശമായിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ വീട് പണിത ആളെ മോശം, ഇങ്ങനെയുള്ള രീതികളിലൊക്കെ താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അതെന്ത് പറയാനാ, ഇപ്പൊ നന്ദി കേടെന്നേ ഞാൻ ഒറ്റ വാക്കി പറയത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്കൊരാള് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ ഇങ്ങനെ വലിച്ചു കയറാൻ നിൽക്കും. ഇപ്പൊ ആ വീടിന് തന്നെ അവർക്ക് ഫിറോസിക്കയും അതുപോലെ ബിഷപ്പൊക്കെ ചേർന്ന് വസ്തുവും വീടും ഒക്കെ വെച്ചു കൊടുത്ത്, മറുനാടൻ മതിൽ കെട്ടിക്കൊടുത്ത്. ഇവരൊക്കെ അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടും കളക്ട് ചെയ്തൊക്കെയാണ് അവർ ഓരോ പരിപാടി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് വന്നിരുന്ന ഒരു നിമിഷത്തിൽ കുറ്റം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതും ഈ വീടിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഉള്ള കാലം ഇനി അവർ ചെയ്തു കൊടുക്കണം. അതിവിടെ നടക്കുന്ന പരിപാടി. ഫിറോസുമായിട്ട് സംസാരിച്ചപ്പോൾ ആ രീതിയിലാണ് സംസാരം ഉണ്ടായത്. ബൾബ് മാറ്റി കൊടുക്കണം, ഫാൻ റെഡിയാക്കി കൊടുക്കണം, ക്ലോക്ക് താഴ്ത്തി വീണാൽ അത് ശരിയാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അവരെ വിളിക്കുക, അല്ലെങ്കിൽ അത് ശരിയാക്കി കൊടുക്കണം. അതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമുക്ക് ഒരാളൊരു ഗിഫ്റ്റ് തന്ന, അല്ലെങ്കിൽ ദാനമായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇപ്പം നമ്മളൊരു അല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി വീട് വെച്ച് കഴിഞ്ഞാൽ കൂടി അതിലെന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാലാകാലം ഈ വച്ച് തന്നവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പണി ചെയ്ത ആൾക്കാരെ കുറ്റം പറയും. ഇല്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു വണ്ടി എടുത്താൽ കൂടി. പക്ഷെ ഇവരെന്താ ചെയ്ത, നന്ദി ചെയ്തവരത്തും കൂടി നന്ദി കേട് കാണിച്ചു. അതവരുടെ സ്വഭാവമായിരിക്കും. അവരുടെ അച്ഛൻ തങ്കച്ചനായ കൂടി അത് തന്നെയാണ് കാട്ടി കൂട്ടിയിട്ടുള്ളത്. അല്ലൊന്നും മാറ്റമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ അവിടെ പോയിട്ടിരുന്നായിരുന്നു, ബിഷപ്പിനെ കണ്ടിരുന്നു. അപ്പോൾ രേണുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബിഷപ്പിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സംഭവം നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയ ആളാണ്. എന്നാൽ താങ്കൾ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ വിൽക്കാനായിട്ട് കൊല്ലം സുധി എന്ന വ്യക്തിയുടെ പേരും അദ്ദേഹത്തിനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് സ്ഥലങ്ങളിൽ കച്ചവടം നടക്കാൻ ശ്രമിച്ചു എന്നാണ്. താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് അവിടെ കച്ചവടം നടന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ രേണുവിന് വീട് കൊടുത്തതുകൊണ്ട് ഇനി അവിടെ ഉള്ള ബാക്കി ബിഷപ്പിന്റെ വസ്തു കച്ചവടം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുവിന്റെ അയൽവാസിയായിട്ട് ഒരാളും ഇനി അവിടെ ജീവിക്കാൻ താല്പര്യപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി. കാരണം അത് നല്ലൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് കിടക്കുന്നു, പ്ലോട്ടായിട്ടൊക്കെ കിടക്കുന്നു, വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു നല്ല സ്ഥലം അതും ഓസിന് കൊടുത്ത്, എന്നിട്ട് അവിടെ ഒരു സംഘടന വന്ന് വീട് വയ്ക്കുന്നു, മതിൽ കെട്ടുന്നു, എല്ലാ പരിപാടിയും ചെയ്യുന്നു. എന്നിട്ട് അവരെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞ് എനിക്കറിയത്തില്ല ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന്. ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, ഞാൻ എന്തോ എന്നുള്ളൊരു ഭാവമായിരിക്കാം. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കയ്യിൽ വന്നപ്പോൾ എന്തോ സംഭവമാണെന്നുള്ളൊരു തോന്നലായിരിക്കാം മേ ബി. ഇപ്പോൾ ഈ ഫിറോസിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരൊരു വീട് പണിത് കൊടുക്കുന്നത് വെച്ചാൽ അവർക്കും കൂടെ പ്രൊമോഷൻ, അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് അവർ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ ആ പ്രൊമോഷനുള്ള പേര്, അതായത് സുധി നിലയം ബൈ മറ്റേ KHDC എന്നുള്ള പേര് അവർ മാറ്റിയിരിക്കുന്നു. ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നുള്ള സാധനം മാറ്റിയിട്ട് സുധിലയം എന്ന് മാത്രമാക്കി. അപ്പോൾ അതുപോലും ഒരു മനുഷ്യന് അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, ഇപ്പം താങ്കളൊരു വീട് പണിയും ഞാനൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം. ചിലപ്പോൾ അത്ര പൈസ 20 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് കൊടുക്കാന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുക. ഇപ്പം ചിലപ്പോൾ അദ്ദേഹം മാത്രം ഉണ്ടല്ലോ, ഒരു കൂട്ടായ്മ ഉണ്ടാവും, അറിയുന്ന പൈസകൾ സമാഹരിക്കണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് എത്രത്തോളം വേദനിപ്പിച്ച് കാണുക വാക്കുകളൊക്കെ? അത് തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു സഹായം ഒരാൾക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ മുൻതൂക്കി കാണിക്കാൻ സ്വഭാവം എൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം വിഷമം വരും. ഇതിപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് 1 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചതിന് ശേഷം തിരിഞ്ഞു നടന്നപ്പം കുറുകിൽ ചാണകം വരെ എറിയുന്ന അവസ്ഥയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഇത് നന്ദികേടാണ്, അല്ലാതെ ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നുമില്ല. അത് ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ തന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഈ ഫിറോസിനെയും മറുനാടനെയും ബിഷപ്പിനെയൊക്കെ. എത്രത്തോളം വിവരമുണ്ട് അവർക്ക്? എനിക്കൊന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിച്ച് ചേർത്തേണ്ടി വരും. അതിനിടയ്ക്ക് അവർക്ക് കുറച്ച് പേപ്പർ വർക്കുകളും ബാക്കിയുള്ള സഹായങ്ങളും ചെല്ലുന്നത് താജ് പത്തനംതിട്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇയാൾ എൻ്റെ തന്തയാണോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനിപ്പം അങ്ങേരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം തന്തയെ മാറ്റി പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് എനിക്കതിൽ പറയാനില്ല. നമ്മൾ എന്തായാലും ഒരു വ്യക്തി നോക്കിയിട്ട് നിങ്ങളെൻ്റെ തന്തയാണോ എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ തന്ത ആരെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള
എനിക്ക് ഇവരുടെ ആ ക്വാളിറ്റിയെ മനസ്സിലാവുന്നില്ല എന്താണെന്ന് സത്യം പറഞ്ഞാൽ. അപ്പോൾ താങ്കൾ തന്നെ തുറന്നു കാണിച്ച മറ്റൊരു വിഷയമാണ്, അതായത് ഇപ്പോൾ രേണുസുധിയുടെ വിവാഹ സർട്ടിഫിക്കറ്റിലുള്ള മറ്റേ തീയതിയും ഡേറ്റും കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ അതുവരെ വ്യാജമാണെന്നുള്ള തരത്തിൽ ചില സംസ്ഥാനങ്ങൾ പലരും പറയുന്നുണ്ട്. ഇങ്ങനെയല്ല വിവാഹ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്, അതിൽ ഫോട്ടോസ് ഉണ്ടാവും, അതിൽ ഫോട്ടോ ഇല്ല, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് പറയുന്നു. താങ്കൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ്, താങ്കൾക്ക് എന്താണ് ശരിക്കും തോന്നിയിട്ടുള്ളത്? ഈ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ സത്യം പറഞ്ഞാൽ ഇവർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഡേറ്റ് ആയിരിക്കത്തില്ല വേറൊരു ഇന്റർവ്യൂ പറയുന്ന. ഒരെണ്ണത്തിൽ പറയും 2017, ഒരെണ്ണത്തിൽ പറയും അടുത്ത മെയ്യിൽ ഡിസംബറോ ആണെന്നൊക്കെ പറയും. അങ്ങനെ പല രീതിയിൽ ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഈ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇതിന് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്ന് നമുക്കത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ എസ് പിള്ള ഒരു അഭിമുഖങ്ങൾ താങ്കൾ കണ്ടിരിക്കുമോ? അതിന് അല്ലാണ്ട് അവരെ കോൺടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? വീണയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ തുടക്ക സമയത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ വന്നിട്ട് പബ്ലിക്ക് വന്നിട്ട് ഒരു ഫെയിം നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അറിയില്ല, നമുക്കിപ്പോൾ ഒരാളുടെ മനസ്സ് ചൂഴ്ന്നെടുത്ത് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ഫെയിമോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ആണ് അവർ ഫേസ് റിവീൽ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്. അവർ തുടർച്ചയായി അവരുടെ ഒരു സൈബർ അറ്റാക്ക് അവർ നേരിടുന്നു. അവർ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ചെയ്തു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. അവർ ഒരു എന്തോ പൈസയുടെ എന്തോ തിരിമറി നടത്തി പൈസ എടുത്ത് ഒതുക്കി തീർത്തു, അങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊക്കെ അവർക്കെതിരെ ഉണ്ടാകുമ്പോൾ ഇനിയും സംസാരിക്കാതിരുന്നാൽ കൂടുതൽ അപമാനിതയാകും എന്നുള്ള നിമിഷത്തിലാണ് അവർ പുറത്തു വന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതെ. അപ്പൊ ഇതുപോലെയുള്ള ഓരോരുത്തരെയും ഇപ്പൊ സഹായിച്ചവരെയും അതല്ലെങ്കിൽ ഇപ്പൊ കൊല്ലം സുധിയുടെ ജീവിതത്തിൽ മുന്നുണ്ടായിരുന്ന എല്ലാവരെയും താഴ്ത്തി കെട്ടുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലാണ് രേണുസുധി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലുള്ളൊരു കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൃത്യമായ സോഷ്യൽ മീഡിയ ശ്രദ്ധ പറ്റി ഇത് ബിഗ് ബോസ് പോലെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടിയാണ് ചെയ്തു തോന്നുന്നത്. അത് ഉറപ്പായിട്ടും ഇവർ നെഗറ്റീവ്, ഇത് ചില ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കിയാൽ മതിയെന്ന്, അങ്ങനത്തെ ഒരു ടീമിൽ പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ രേണുസുധിയുടെ ഒക്കെ കേസ് ആര് ചത്താലും കുഴപ്പമില്ല, 10 പൈസ ഉണ്ടാക്കണം, ആ ഒരു മൈൻഡാണ്. ഈ താജ് പത്തനംതിട്ട തന്നെ ഒരുപാട് ഈ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേയിൽ ഇവർക്ക് സുധി മരിച്ച സമയത്ത് പലരും അയച്ചു കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങൾ. എന്നിട്ട് ഇവരെന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എനിക്ക് 5 പൈസ ഇല്ല, എനിക്ക് തുണി വാങ്ങാൻ പൈസ ഇല്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അതെല്ലാം പച്ചക്കള്ളാണ്. ഇവർ ഓരോ ഇൻ്റർവ്യൂവിൽ പോയിട്ട് പൈസ വരെ വാങ്ങുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞിരുന്ന 5000 ആണ്, പിന്നെ അത് കൂടിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ പോയിട്ട് ഇവർ വാങ്ങുന്ന പൈസയിൽ ഇവർ വിഴുങ്ങുന്നുണ്ട്. അതുപോലെ ആൽബം അങ്ങനെ പല കാര്യങ്ങളിലും ഇവർ അഭിനയിക്കുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന്. ഉള്ള കാലം നാട്ടുകാർ സഹായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതുപോലെ ഇവരെ നാട്ടിൽ പോയ സമയത്ത് ഒരു മനുഷ്യനെങ്കിലും ഇവരെ കുറിച്ച് നല്ലത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പലരിടത്തും ഞാൻ അവിടെ സ്റ്റോപ്പിലൊക്കെ നിർത്തിയ സമയത്ത് എന്നെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഒറ്റ മനുഷ്യൻ നല്ലത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഇപ്പൊ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾക്കെതിരെ രേണുസുധിയുടെ ഇളയ കുട്ടിയെ അപമാനിച്ചു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മോശം പറഞ്ഞു എന്നുള്ള രീതിയിൽ കേസ് വരുന്നു. പക്ഷെ അതേ കുട്ടിയെ തന്നെ അവർക്ക് വളർത്താൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ. അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെയും കൊണ്ട് മരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ ഇവർക്കെതിരെ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പരാതി കൊടുത്തതിനെ തുടർന്ന് ഇവരവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് ഈ ചൈൽഡ് ലൈനിൽ തന്നെയാണ് വിളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ പോയിട്ട് ഇവരെ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കെതിരെ ഇവർ ഈ ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എതിരെ ഞാൻ ഒന്നിനും ആദ്യം പോയിട്ടില്ല. എനിക്കെതിരെ ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ വ്യാജ പരാതി കൊടുത്ത് പിന്നെയാണ് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഈ ഇന്റർവ്യൂ കാണുന്നത് കുട്ടികളെ പറ്റിയിട്ട്. പിന്നെ ഈ കൊച്ചിനെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം അതൊക്കെ കണ്ടപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തിരിച്ചെനിക്ക് കൗണ്ടർ അടിക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുത്തു. അത്രയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് അവിടെ പോയപ്പോൾ അവർക്കും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ ഇവരെ വിമർശിച്ചിട്ടുണ്ട്. ബാക്കി കിച്ചുവിൻ്റെ കേസും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇളയ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി.